അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഹദീസ് പണ്ഡിതൻ ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ജീവിതകാലത്ത് പതിനായിരക്കണക്കിന് ഹദീസുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം പറയുകയാണ്, കേവലം 4 ഹദീസുകൾ മാത്രം മതി, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദീനിൻ്റെ ആകത്തുക ആ 4 ഹദീസുകൾക്കകത്തുണ്ട് എന്നുള്ളതാണ്. ഏതാണ് ആ 4 ഹദീസുകൾ? ഒന്നാമതായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന ആദ്യത്തെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നത് ആ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഒന്നാമതായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. രണ്ടാമത്തെ ഹദീസായിട്ട് പറഞ്ഞത്, അത് നമുക്കെല്ലാം പലപ്പോഴായിട്ട് കേൾക്കാറുള്ളതാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യം നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ആ വിശ്വാസം പൂർത്തിയായില്ല എന്നുള്ളത്. ഇതും വളരെ ലളിതമായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആഴം, ഇപ്പോൾ ഇസ്ലാമല്ലാത്ത ആളുകൾ ഓർക്കുന്നത്, മാലിക്കം എക്സ് റഹിമഹുല്ലാഹ് അമേരിക്കയിൽ വർണ്ണവിവേചനത്തിന് വേണ്ടി പോരാടി പിന്നീട് ഇസ്ലാമെല്ലാം സ്വീകരിച്ച പ്രസിദ്ധനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഈ ഒരു ഹദീസ് കേട്ട സമയത്ത് ഇറ്റ് ബ്ലോ മൈ മൈൻഡ്, അത് എന്നെ അങ്ങേറ്റം ആശ്ചര്യപ്പെടുത്തി, ഞാൻ വല്ലാതെ എന്നെ ചിന്തിപ്പിച്ച ഹദീസാണെന്നുള്ളതാണ് ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമുക്കത് സ്ഥിരമായിട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ ഒരു ഡെപ്ത് നമ്മൾ വേണ്ടത്ര ഉൾക്കൊള്ളാതെ പോവുകയാണ്. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. മൂന്നാമത്തെ ഹദീസ് സുനനു തുർമുദിയിൽ കടന്നു വരുന്ന ഹുസ്നു ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, അയാളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ അയാൾ തലയിടാൻ പോയില്ല, അതിൽ നിന്നും അയാൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ ഹദീസ്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ പിന്നീട് ഫോക്കസ് ചെയ്യും. നാലാമതായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത്, അതും ബുഖാരി തന്നെ കടന്നു വരുന്ന, ഇന്നൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. മതത്തിൽ അനുവദിച്ച കാര്യങ്ങൾ ഏതെന്ന് വളരെ വ്യക്തമാണ്, അതേപോലെ തന്നെ മതത്തിൽ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളും സുവ്യക്തമാണ്. അതിന് രണ്ടിനുമിടയിൽ മുത്തശാബിഹാത്തായിട്ടുള്ള തിരിച്ചറിയാൻ കഴിയാത്ത ചില കാര്യങ്ങളും കടന്നു വരുന്നുണ്ട്. അധിക ആളുകളും അത് ഗ്രഹിക്കാൻ കഴിയില്ല. എന്നിട്ട് ശേഷം ആരെങ്കിലും ഇത്തരം ശുബ്ഹാത്തുകൾ പ്രവർത്തിക്കാതെ ഒരാളെ സൂക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ മതത്തെയും അഭിമാനത്തെയും കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഈ ഓരോ ഹദീസുകളും വോള്യങ്ങളുടെ വിശദീകരണം ആവശ്യമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ 4 ഹദീസുകൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്, അത് ദീനിൻ്റെ ആകത്തുകയാണ് എന്നുള്ളതാണ്. ഇനി അതിൽ മൂന്നാമതായിട്ട് പറഞ്ഞ ആ ഹദീസ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ആ ഹദീസ് മാത്രം നമ്മൾ അതിൽ നിന്ന് എടുത്ത് അതൊന്ന് സൂം ചെയ്ത് പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ അത് ദീനിൻ്റെ 4-1 ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മാത്രം ഒന്ന് എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു പ്രസ്താവന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. ഇമാം ഇബ്നു അബീ സൈദ് അൽ മാലിക്കി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നൊരു പ്രസ്താവന, ജിമാഉ ആദാബിൽ ഖൈർ അർബഅത്ത് അഹാദീസ്. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സകല സൽഗുണങ്ങൾ, ആദാബുകൾ, സ്വഭാവ സവിശേഷതകൾ, അതെല്ലാം 4 ഹദീസുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ മൊത്തം ആ 4 ഹദീസുകൾ സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അദ്ദേഹം നൽകുന്ന 4 ഹദീസുകൾ, ഒന്നാമതായിട്ട് ലാ തഗ്ളബ്, റസൂലുള്ളാഹ് കോപിക്കരുത് എന്നുള്ള ആ ഒരു ഉപദേശം. രണ്ടാമതായിട്ട് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവില്ല. രണ്ടാമത്തെ ഹദീസ്. മൂന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരാൾ വേണ്ടാത്ത കാര്യത്തിൽ തലയിടാൻ പോയില്ല, അതാണ് മൂന്നാമത്തെ ഹദീസ്. നാലാമതായിട്ട് അദ്ദേഹം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിൽ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഈ 4 ഹദീസുകളാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സർവ്വ സ്വഭാവ ഗുണങ്ങളും ആദാബുകളും ഈ 4 ഹദീസുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹം ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട ഹദീസുകളും ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അർബഈൻ നബവി പ്രധാനപ്പെട്ട 40 ഹദീസുകളുടെ കളക്ഷനിൽ ഈ 4ഉം ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ഹദീസിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ആവർത്തിക്കുകയാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ഗുണം, അവനെ ബാധിക്കാത്ത വിഷയങ്ങളിൽ അവന് തലയിടാൻ പോലില്ല, അത് അവൻ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഹദീസ് ഈ 2 പണ്ഡിതന്മാരും അതിനെ 4-1 അവർ എണ്ണിയിട്ടുണ്ട്. അതേസമയം ഇമാം നബവിയുടെ 40 ഹദീസുകൾ അർബഈൻ നബവി, അതിന് പല കാലങ്ങളിലായിട്ട് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ, ഷർഹുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച അതിൻ്റെ ആ വ്യാഖ്യാനം ഫത്ഹുൽ മുബീൻ. അതിൽ അദ്ദേഹം പറയാണ്, ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് ഇമാം അബൂദാവൂദ് അതിനെ 4-1 വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു ബൽഹുവ നിസ്ഫുൽ ഇസ്ലാം,
അത് ദീനിൻ്റെ പകുതിയാണെന്ന് ഞാൻ പറയാണ്. കാരണം ദീൻ എന്നാൽ ആകെ മൊത്തം ചില കാര്യങ്ങൾ ചെയ്യലും ഫിഅല്, അതേസമയം മറ്റ് ചില കാര്യങ്ങൾ തർക്ക് ഉപേക്ഷിക്കലുമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് ദീനിൻ്റെ പകുതിയാണ്. ശേഷം പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അത് പകുതിയല്ല, അത് കുല്ലു, അത് കാമിൽ, അത് മുഴുവനാണ്. കാരണം ചിന്തിച്ചു നോക്കുക, അതായത് ഒരാൾ അയാളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ നിന്നും അയാൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അയാളെ ബാധിക്കുന്ന മാത്രം കാര്യങ്ങളിൽ അയാൾ വ്യാപൃതനാവുക, അതിൽ മാത്രം അയാൾ മുഴുകുക എന്നുള്ള അത് തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ദീൻ. അതുകൊണ്ട് തന്നെ അതിനെ അദ്ദേഹം മുഴുവൻ ദീനിൻ്റെ ആ ഒരു ആശയം അതിൽ ഉൾക്കൊള്ളുന്നതായിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്ന മുസ്ലിമിൻ്റെ ആ ക്വാളിറ്റി, അയാളെ ബാധിക്കാത്ത വിഷയത്തിൽ തലയിടാൻ പോകില്ല, അത് അയാൾ ഉപേക്ഷിക്കും. ഈ ഒരു ചെറിയ ഉപദേശത്തിൻ്റെ സമകാലിക ലോകത്തുള്ള വലുപ്പം എത്രയാണ്, അതിൻ്റെ പ്രസക്തി എത്രയാണ്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. മാക്സിമം അയാളെ ബാധിക്കാത്ത അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ മാക്സിമം ഒരാളെ എൻഗേജ് ആക്കി നിലനിർത്തുക എന്നുള്ളതാണ് ആ മീഡിയയുടെ വിജയം തന്നെ. അപ്പോൾ അതിൽ നിരന്തരം ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരാൾ നിരന്തരം മുഴുകിക്കൊണ്ടിരിക്കണം. മറ്റൊരു ഹദീസിന് റസൂലുള്ളാഹി തർത്താറൂൻ, കണ്ടതും കേട്ടതിനെല്ലാം കമൻറ്റ് ചെയ്യാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചും റസൂലുള്ളാഹി താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം നിരന്തരം അതിൽ മുഴുകുന്ന ആളുകൾ അവിടെ ചേർത്ത് വായിക്കേണ്ട ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, മിൻ അലാമാത്തി ഇറാദല്ലാഹി തആല അനിൽ അബ്ദ് അൻ യശ്ഗുലുഹു ഫീമാ ലാ യഅനി, ഒരാൾ അള്ളാഹുവിൽ നിന്നും അകന്ന് ജീവിക്കുക അല്ലെങ്കിൽ അള്ളാഹു അയാളെ അവഗണിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് വേണ്ടാത്ത കാര്യങ്ങളിൽ മാത്രമായിട്ട് മുഴുകി അയാൾ ജീവിക്കുക എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന പ്രസ്താവന. അതിൽ ഉപകാരപ്രദമായതുണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഒരു കാര്യമില്ലാത്തതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു അനോളജി, ഒരു ഉപമ, ഒരാളൊരു ചാക്കുമായിട്ട് ഒരു ഖനിയിലേക്ക് ഒരു മൈനിലേക്ക് അയാൾ ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ഡയമണ്ടും ഗോൾഡെല്ലാം ഉണ്ട്. പക്ഷേ അയാൾ അതിലുള്ള ആ ചാക്ക് നിറയെ ചളിയും മണ്ണെല്ലാം നിറച്ച് കയറി വരുന്ന ഒരാളെ പോലെ അത് സമാനമാണ്. അതായത് ഇത്തരത്തിൽ ഉപകാരപ്രദമായതുള്ള അതിനെ മാറ്റി നിർത്തി ഒരു കാര്യമില്ലാത്തതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ആ ചളിയും മണ്ണും ചാക്കിൽ നിറച്ച് കയറി വരുന്ന ഒരാൾക്ക് സമാനമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു അറിവ് ആ ചവറുകൾക്കിടയിൽ നിന്നും നല്ലതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള അറിവാണ്. പ്രസിദ്ധമായിട്ടുള്ള ഒരു കോട്ടിൽ പറയുന്നത് പോലെ, ആർട്ട് ഓഫ് നോയിങ് ഈസ് നോയിങ് വാട്ട് ടു ഇഗ്നോർ. അറിവ് എന്നുള്ളത് എന്ത് എടുക്കണം എന്നുള്ളതിനേക്കാൾ ഏതൊക്കെ അവഗണിക്കണം എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അവിടെയും ചേർത്ത് വായിക്കേണ്ട റസൂലുള്ളാഹിന്റെ രണ്ട് മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. ഓ അള്ളാഹ്, ഉപകാരമില്ലാത്ത ഇൽമുകളെ തൊട്ട് അള്ളാഹിനോട് രക്ഷ ചോദിക്കാൻ. അത് എത്രത്തോളം പ്രസക്തമാണ് സമകാലിക ലോകത്ത്. അതിൻ്റെ മറുവശം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ. ഓ അള്ളാഹ്, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് നീ എനിക്ക് നൽകണേ. ഇനി അവസാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുന്ന സമയത്ത് പ്രസിദ്ധമായിട്ടുള്ള സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ദുർമാർഗിയായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഒരു ന്യൂസ് കൊണ്ടുവരാണെങ്കിൽ ആ ന്യൂസ് പ്രത്യേകമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം. മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ആ ന്യൂസ് പരിശോധിക്കണം എന്ന് അല്ലാഹു താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടൊരു പണ്ഡിതൻ പങ്കുവെച്ച നിരീക്ഷണം, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ. നബഇൻ എന്നുള്ള പദമാണ് അല്ലാഹു ഉപയോഗിച്ചത്, ഖബർ എന്നുള്ള പദമല്ല. ശ്രദ്ധേയമാണ്. കാരണം നബ എന്നുള്ളത് ഒരല്പം വെയിറ്റുള്ള, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടും അത് അവഗണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാവുന്ന അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു അധ്യായത്തിൻ്റെ പേര് 78-ാമത്തെ അധ്യായം സൂറത്തുൻ നബ ആണ്. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം. അള്ളാഹു അവിടെ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ന്യൂസുകൾ വരുന്ന സമയത്തെ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതുള്ളൂ. അതേസമയം മറുവശത്തെ ഖബർ എന്നുള്ളത് അതെല്ലാ ന്യൂസുകൾക്ക് ജനറലായിട്ട് അതിൽ ഫേക്കും മറ്റുമെല്ലാം അടങ്ങുന്ന അത്തരത്തിലുള്ള ന്യൂസുകൾ, ഇപ്പോൾ നമ്മൾ കലാം ഫാദി എന്നെല്ലാം പറയാറുണ്ട്, യാതൊരു വെയിറ്റും ഇല്ലാത്ത അത്തരത്തിലുള്ള ന്യൂസുകൾ, അത് തുടക്കത്തിൽ തന്നെ അത് കേൾക്കാനോ അതിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. അതേസമയം ഒരല്പം സീരിയസ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ വെരിഫൈ ചെയ്യുക എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ളതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മളെ എവരെയും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.